ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകൊട്ടു. അതായത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും മാനസിക പീഡനങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങൾ കൊണ്ടും മനസമാധാന കുറവ് കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം കൊണ്ടും മനോദുഃഖം കൊണ്ടും സമാധാനമില്ലായ്മയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരവസ്ഥ കുടുംബത്തിൽ വന്നു കയറും ചില സമയങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭയങ്കര ബാധ്യതകൾ ഓടിയിട്ട് ബാധ്യത പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ബാധ്യതകൾ ഉണ്ടാവും. ആ ബാധ്യതകളിൽ നിന്ന് കരകയറാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനും ചിലവർക്ക് ഉറക്കമില്ലായ്മ, ചിലവർക്ക് മാനസിക പിരിമുറുക്കം, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, ചിലവർക്ക് കടം വന്ന് കയറി കടം വീട്ടാൻ വയ്യാത്ത അവസ്ഥ, ചിലവർക്ക് എത്ര പണമുണ്ടായിട്ടും ജീവിതത്തിൽ സുഖം കിട്ടാതിരിക്കുകയും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ദൈവാനുഗ്രഹ കുറവ് എന്ന് പറയാം, അല്ലെങ്കിൽ മഹാലക്ഷ്മി തരമില്ല എന്നൊക്കെ പറയാം. ഇതിനുള്ള ജീവിത രീതിയാണ് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് പ്രകൃതി സംബന്ധമായിട്ടുള്ള ഒരു പരിഹാര ഇതാണ് പറയുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, അതായത് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ മെയിനായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സമയം, കാലത്ത് ചിലവർ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, 7 മണിക്കും 8 മണിക്കും എഴുന്നേൽക്കുന്നവരുമുണ്ട്. അതേ സമയത്ത് ചില ആളുകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് ബ്രഹ്മമുഹൂർത്തം പറഞ്ഞാൽ 3 മണിക്ക് അല്ലെങ്കിൽ 3:30, 3 to 3:30 ഇതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വളരെ ചുരുക്കം പേരായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് അമ്പലത്തിൽ മേൽശാന്തിമാർ അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴിലെടുക്കുന്നവർ, തിരുമേനിമാർ, അല്ലെങ്കിൽ അടിച്ചുകൂട്ടി തെളിക്കുന്നവർ, അതുപോലെ സാന്ധിക്കാർ എന്നിവരായിരിക്കും കൂടുതലായിട്ടുള്ളവർ. അതുപോലെ തന്നെ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടിരിക്കുന്നവരും പുലർച്ചെ എഴുന്നേൽക്കാറുണ്ട് എന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിനെയും കുടുംബത്തിനെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് 3 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വലിയൊരു, അതായത് ശീലമില്ലാത്തവർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാവും. അതേ സമയത്ത് അത് ശീലിച്ചവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ ശീലിച്ചവർക്ക് അധികം ഭാരം തോന്നുകയില്ല എന്ന് പറയുന്നത്. ഭാരം തോന്നിയില്ല പറഞ്ഞാൽ എല്ലാം കൂടെ തലയിലെടുത്ത് വെച്ചിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് വിരളമായിരിക്കും. ആർക്കും ദുഃഖമില്ലാത്തവരോ പരിഭവങ്ങളില്ലാത്തവരോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ട് ഉയർന്നവരോ ഒന്നും ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും മനസമാധാനം ഉണ്ടാവും, ഒരു ഐശ്വര്യം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ 3 to 3:30 എന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ പലവിധ പുണ്യ കാര്യങ്ങളും ഉണ്ടാവും, ഭവനത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി അഥവാ 3 മണി to 3:30 എല്ലാവർക്കും നല്ല ഉറക്കം പിടിച്ച് കിടക്കുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ വരുന്ന പക്ഷമുണ്ടെങ്കിൽ 3 to 5 മണിക്കുള്ളിൽ, 3 മണി തൊട്ട് 5 മണിക്കുള്ളിൽ എഴുന്നേൽക്കുന്ന ഒരു ശീലം, ഇത് രണ്ടിൻ്റെ ഇടയിൽ, അതായത് 3 to 3:30 ആണെങ്കിൽ ഉത്തമം എന്നാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ 3 to 5 ഇടയിൽ 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് അവരവർ ചെയ്യുന്ന ശീലങ്ങൾ, പുതിയ ആൾക്കാർക്ക് ശീലങ്ങൾ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ശീലമാക്കി അലാറം വെച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കണം എന്നുള്ള ഒരു ഇതിൽ, അതായത് നമ്മൾക്ക് കിടക്കയിൽ നിന്നും അല്ലെങ്കിൽ കിടക്കുന്ന തറയിൽ നിന്നും അല്ലെങ്കിൽ പായിൽ നിന്നും കട്ടിൽ നിന്നും എണീക്കാൻ ബുദ്ധിമുട്ടുകൾ തോന്നും. ചിലപ്പോൾ എണീക്കാൻ തോന്നിക്കില്ല, ശരീരത്തിൻ്റെ വീക്കൻസ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ ടയേർഡ് കാരണം കൊണ്ടോ എണീക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് എഴുന്നേൽപ്പിച്ച് അതൊരു ശീലമാക്കിയാൽ അത് വളരെ ഊർജ്ജമായിരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞ് പലതും ചെയ്യാനുണ്ട്. അതായത് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം, ജിംനേഷ്യനിലേക്ക് പോകുന്നവർക്കാണെങ്കിൽ ജിംനേഷ്യൻ ചെയ്യാം വീട്ടിൽ തന്നെ.
അതല്ലാത്തവർക്ക് കാലത്ത് എഴുന്നേറ്റ് എത്ര മണിക്കാണോ 3 to 5 മണിക്കുള്ളിൽ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്തിപൂർവം വിളക്കെല്ലാം വെച്ച് നാമജപങ്ങൾ ജീവിക്കുന്നവരും ചിലവർ ഉപാസന ചെയ്യുന്നവരും എല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും കുടുംബത്തിൽ വന്ന് ചേരും എന്നാണ് പറയുന്നത്. മനസ്സിനെയും വളരെ അധികം ഉപയോഗിക്കാൻ പറ്റും. ഉറക്കമില്ലാത്തവർക്കെല്ലാം ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ ധനസമ്പത്തും മഹാലക്ഷ്മിയും വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ ഉത്തമപരമായിട്ട് നമ്മൾ 2 കൈയും കൊണ്ട് ഇങ്ങനെ കൂട്ടിത്തിരുമി നമ്മൾ അവരുടെ കണി കാണാം, ഉണർന്നിട്ട് കൈ കാണാം. നമ്മുടെ കൈപ്പത്തി തന്നെയാണ് നമ്മൾ ഉറങ്ങിയെണീറ്റ് നമ്മൾ നോക്കുന്നത്. ഉറങ്ങിയെണീറ്റ് നോക്കിക്കഴിഞ്ഞ് അന്നത്തെ ദിവസം നന്നായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എണീറ്റ് കഴിഞ്ഞ് ചെയ്യേണ്ട പ്രക്രിയകൾ ചിലവർ ബ്രഷ് ചെയ്ത് പല്ല് തേച്ച് മുഖം കഴുകി, ചിലവർ കുളിക്കുകയായിരിക്കും ചെയ്ത്. ആണായാലും പെണ്ണായാലും അടുക്കളകളിൽ കിച്ചണിൽ കയറുന്നവർ അല്ലെങ്കിൽ അടുക്കളയിൽ കയറുന്നവർ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ അങ്ങനെ വല്ല ചുടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിക്കാനോ അതിനൊക്കെ അഗ്നി സംബന്ധമായിട്ട് ചെയ്യാൻ പുറപ്പെടുന്നവർ അഗ്നി കൊളുത്തുന്നതിന് മുമ്പ് അടുപ്പുള്ളവർക്കാണെങ്കിൽ അടുപ്പിൽ കുറച്ച് 2-3 കർപ്പൂരം ഇട്ട് കത്തിച്ചിട്ട് കുറച്ച് ഓലകൾ കൊണ്ട് കത്തിച്ചിട്ട് കത്തിപ്പിടിപ്പിച്ച് പിന്നെ വിറക് ഉപയോഗിച്ച് കത്തിപ്പിടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ലാത്തവർ ഒരു കർപ്പൂരത്തിനെ ഒരു 3 തുണ്ടാക്കിയിട്ട് 3 ഭാഗത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റവ് ലൈറ്റർ കൊണ്ട് കത്തിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ ഗണപതി കടാക്ഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഗണപതി പൂജ ചെയ്തതിൻ്റെ തൃപ്തി ഉണ്ടാവും എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ സ്വകാര്യങ്ങൾ തുടങ്ങാം. പക്ഷേ അത് കുളി കഴിഞ്ഞിട്ട് വേണം ചെയ്യണമെങ്കിൽ. അല്ലാത്തവരും ചെയ്യുന്നവരുണ്ട്. എന്നിരുന്നാലും കുളി കഴിഞ്ഞ് ചെയ്യാമെന്നാണെങ്കിൽ കാരണം ഈ 3-3:30 കഴിച്ച് കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ അത് 3 മണിക്ക് കുളിക്കാൻ പറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ആ സമയത്ത് ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ ഈ 3 മണിക്ക് ശേഷം കുളി കഴിഞ്ഞ് ഭക്തിപൂർവ്വം വിളക്ക് കൊളുത്തി ഭഗവാന്റെ മുന്നിൽ നാമജലങ്ങൾ ഇഷ്ടംമാതിരി നാമജലങ്ങൾ ഉണ്ടാവും. അതായത് ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തരനാമം, ഒരുപാട് ദേവന്മാരുടെയും ദേവിമാരുടെയും സ്തുതികൾ, അതുപോലെ തന്നെ ചില സുപ്രഭാതം ചൊല്ലല് അങ്ങനെയൊക്കെ ചൊല്ലുന്ന സമയത്ത് കേട്ടുകൊണ്ടിരുന്ന കാര്യമില്ല. കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഓർക്കാൻ വരികയും ചെയ്യുള്ളൂ. അത് നമ്മൾ ജപിക്കണം എന്ന് പറയും. ജപിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നീടുള്ളത് അടുക്കളയിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതേ സമയത്ത് ഭക്തിപൂർവ്വം ചെയ്യുന്നവരാണ് കുളിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ വളരെ തെളിവോടുകൂടി സഹിതം വന്നിട്ട് ജീവിത ചരിത്രം മാറ്റിയ ഒരുപാട് ആളുകളുടെ പരിചയവും അനുഭവ സമ്പത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ബ്രഹ്മമുഹൂർത്തത്തിന് എന്താ പ്രാധാന്യം വെച്ച് പറഞ്ഞാൽ വളരെ നിശബ്ദമായിരിക്കും എന്ന് പറയും. വളരെ അന്ധകാരമായിരിക്കും, ഇരുട്ടായിരിക്കും. ആ സമയത്താണ് നമ്മൾ എണീക്കുന്നത്. ആ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി കൂടുന്ന പറയുന്നത്, എനർജി കൂടും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഇന്ന് സാധാരണ ടിവിയും മറ്റുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 10-12 മണിക്ക് കഴിഞ്ഞിട്ട് 3 മണിക്കൊന്നും എണീക്കാൻ പറ്റില്ല. അതിന് ജീവിതത്തിൽ ശൈലിയിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. അതേ സമയത്ത് പണ്ട് കാലത്ത് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കാലത്ത് പണിയെടുക്കാൻ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ കഴിയുന്നവരുണ്ടാവും. അവിടുത്തെ അമ്മമാർ ശീലിച്ച ശീലങ്ങളായിരിക്കും. കാലത്ത് എഴുന്നേറ്റ് അവർ ചിലപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുക്കളയിൽ കയറുന്നത്. വരുന്ന പെൺകുട്ടികൾ, അതായത് മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ അവരെ അതേമാതിരി ശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വരുന്ന സ്ത്രീകൾ, വരുന്ന സ്ത്രീകൾ ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ ആ ശീലം ശീലിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ കുടുംബത്തിൽ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് പറഞ്ഞാൽ കാലത്ത് എണീറ്റതും കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്ന ഒരു പണി. ആദ്യം അവർക്ക് അതല്ല ചെയ്യാൻ പറ്റുള്ളൂ, ചായ ഉണ്ടാക്കുന്ന പണി. ഇത് കണ്ടിട്ടായിരിക്കും അമ്മയുടെ സ്ഥാനത്തുള്ള അമ്മായിയമ്മ ഭർത്താവിൻ്റെ അമ്മ കണ്ടുകൊണ്ടുവരുന്നത്. അതൊരു നല്ലൊരു ശീലമാണ്. എന്തിനാണ് ഇത്രയും നേരത്തെ എണീറ്റ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദ്യം വരുന്നതാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇത് ഞാൻ ശീലിച്ചു പോയി, ഞാൻ വീട്ടിൽ ഇങ്ങനെ ശീലിച്ചു പോയി, അത് കാരണം കൊണ്ടാണ് പറഞ്ഞാൽ ഒരു തെറ്റും ആരും പറയാൻ പോകുന്നുമില്ല. അതേ സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും എന്നും പറയും. ഇതിനെയാണ് മഹാലക്ഷ്മി തരം എന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യവും അഭിവൃദ്ധിയും
കുടുംബത്തിൽ ഇതെല്ലാം പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. മനസ്സ് മടുത്ത് ജീവിച്ചത് മതി എന്ന് തോന്നുന്നവർക്ക് ശരിക്കും ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ വളരെ ആകർഷകമായിട്ടും ഇതിൽ തന്നെ ഒരു എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള ശാരീരിക സംബന്ധമായിട്ടുള്ള ഒരു പവറും, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള നമ്മുടെ ബുദ്ധി സംബന്ധമായിട്ടുള്ള പവറും, ഐശ്വര്യ സംബന്ധമായിട്ടുള്ള പവറും, അതുപോലെ തന്നെ ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു പവറും എല്ലാം നമ്മൾ കൂടിക്കലർന്ന് ചേർന്ന് വരുന്ന ഒരു സമയമാണെന്ന് പറയുന്നത്. ഇങ്ങനെ ശീലിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ശീലമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ചിന്തകളും ദുശ്ശീലങ്ങളടക്കം മാറിപ്പോകുന്നു പറയുന്നു. ചിലർ മദ്യപിക്കുന്നവരുണ്ടാവും, പുകവലിക്കുന്നവരുണ്ടാവും. ആ ശീലങ്ങളടക്കം തെറ്റാണ് എന്ന് തോന്നി തുടങ്ങുന്ന ശീലങ്ങൾ നമ്മളിലൂടെ വന്നു തുടങ്ങും. അതുപോലെ തന്നെ ഭവനത്തിനും ഉണർവുണ്ടാവും, നമ്മുടെ താമസിക്കുന്ന ഭവനത്തിന്. കാരണം ചോദിച്ചു പറഞ്ഞാൽ ഈ രാത്രി എല്ലാവരും നിശബ്ദമായി ഉറങ്ങിക്കഴിഞ്ഞാൽ വീട് നിശബ്ദമാണ്, ഭവനം നിശബ്ദമാണ്. അവിടെ ശബ്ദങ്ങളോ ഒന്നുമില്ല, എല്ലാം വാതിലിൽ അടച്ചിട്ട് അവിടെ ശരിക്കും ഇട്ടായിരിക്കും. അപ്പോൾ വീടിന് പുലർക്കാലുള്ള ആ ഒരു വീടിന് വാതിലെല്ലാം തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് ആ പുലർക്കാലുള്ള ഒരു തണുപ്പ്, ചെറിയൊരു തണുപ്പ് എനർജി ഭവനത്തിനുള്ളിലേക്ക് വരികയും അതൊരു കുളിർമയെ കൊള്ളിക്കുകയും ആ ഒരു അന്തരീക്ഷം വന്നിട്ട് വീടും ശുദ്ധമാകും എന്നാണ് പറയുന്നത്. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു ശീലം ഒന്ന് നിങ്ങൾ ശീലിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും അതിന് കുറേ കാലങ്ങൾ, അതായത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ശീലങ്ങളല്ല ഇത്. കുറേ കാലങ്ങൾ, ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അനുഭവത്തിൽ വരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കാത്ത, അതായത് മനസ്സിന് സമാധാനം കിട്ടാത്ത ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ മാറി നിൽക്കുന്നവർക്കും ബാധ്യതകൾ ഉള്ളവർക്കും എല്ലാം ഒരു സമാധാനം കിട്ടുവാനായി ചെയ്യും. ചിലവർക്ക് വന്നിട്ട് ഇതിനെല്ലാം സമയം കിട്ടുന്ന സമയം ഉറങ്ങിയിട്ട് അപ്പോഴെങ്കിലും മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മനസ്സമാധാനം കിട്ടുമോ, ഉണർന്നു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളിൽ ഈ സമയത്ത് അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്താണ് നമ്മൾ ഒരു വേറെ ചിന്തയിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന യോഗ, എക്സസൈസ്, അതുപോലെ തന്നെ നാമജപങ്ങൾ, അങ്ങനെയുള്ള ചിന്തകളിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ എനർജി മാറിക്കിട്ടി അതിൻ്റെ സാധാരണ ലെവലിലേക്ക് വരും. ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുള്ള യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ചെയ്താൽ അത് ശരിക്കും ഉത്തമമായിട്ട് വരുന്നില്ല, യാതൊരു സംശയമില്ല. അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ചിന്താഗതിയും പ്രവൃത്തിയുമാണ്. ചെയ്തു വരിക. നമസ്കാരം.